അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. തന്നിരിക്കുന്ന ഓപ്ഷൻ റംബുട്ടാൻ, പിസ്റ്റാച്ചിയോ, ലോഗൻ, ലൈച്ചി. 4 ഓപ്ഷൻസാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഈ റംബുട്ടാൻ, ലോങ്ങൻ, അതുപോലെ ലൈച്ചി, ഈ 3 ഫ്രൂട്ട്സും സെയിം കാറ്റഗറി ഓഫ് ഫാമിലിയിൽ വരുന്ന ഫ്രൂട്ട്സാണ്. ബട്ട് ഈ പിസ്റ്റാച്ചിയോ, അതായത് നമ്മുടെ പിസ്ത എന്ന് പറയുന്നത് കാഷ്യൂനട്ട് ഫാമിലിയിൽ വരുന്നതാണ്. അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ഈസ് കോഡഡ് ആസ് IOFLE, ദെൻ ഹൗ ഈസ് ചൈന കോഡഡ്? അപ്പോൾ ഇത്തരത്തിലുള്ള ആൽഫബറ്റിക്കൽ ബേസ്ഡ് പ്രോബ്ലം വന്നാൽ നമ്മൾ ആദ്യം തന്നെ മൊത്തത്തിലുള്ള ABCD ആൽഫബറ്റ്സ് എഴുതി വയ്ക്കണം. അതിനുശേഷം നമുക്ക് ഇത് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അല്ലേ, ഇവിടെ ഇന്ത്യക്ക് പകരം IOFLE എന്നാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ചൈനയ്ക്ക് പകരം ഇതിലേത് കോഡാണ് ചൈനയ്ക്ക് പകരം എഴുതാൻ പറ്റുക വരിക? നമുക്കറിയാം അല്ലേ, ഇന്ത്യയിൽ ഇതിൻ്റെ ആദ്യത്തെ I തന്നെയാണ്. അപ്പോൾ ഇവിടെ C ആണ്. ഇതിൻ്റെയും കോഡിലെ ആദ്യത്തെ ലെറ്റർ C തന്നെ വരും. ഇത് കമ്പയർ ചെയ്യുക, ഒരു പാറ്റേൺ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക. ഇതാ അടുത്ത ലെറ്റർ N ആണ്. ആ Nന് പകരം ഇവിടെ വന്നിട്ടുള്ളത് O ആണ് അല്ലേ, Nന് പകരം O. അപ്പോൾ നമ്മൾ ആൽഫബറ്റ്സ് എഴുതി അറിയാം, N കഴിഞ്ഞാൽ ഏതാണ് വരുന്നത്? O എന്ന ലെറ്ററാണ് വരുന്നത്. അപ്പോൾ ഇവിടെ H ആണ് അല്ലേ, H കഴിഞ്ഞാൽ ഏതാ വരിക? H കഴിഞ്ഞാൽ ആൽഫബറ്റിൽ വരുന്നത് ഏതാണ്? I ആണ്, CI. അത് കഴിഞ്ഞു. അതേപോലെ അടുത്ത ഏതാണ് ഇവിടെ? D ആണ്. ഡിക്ക് D കഴിഞ്ഞ E കഴിഞ്ഞാൽ വരുന്നത് ഏതാണ്? F ആണ് അല്ലെ, ആൽഫബറ്റിൽ D, അത് കഴിഞ്ഞാൽ E കഴിഞ്ഞാൽ ഏതാണ്? F. ആ ഒരു ഓർഡറാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഏതാണ് നമ്മൾ മൂന്നാമത്തെ ലെറ്റർ നോക്കുന്നത്? I കഴിഞ്ഞാൽ J കഴിഞ്ഞാൽ ഏതാണ്? K. അപ്പോൾ ഏതാ വരിക? K വരും. അതേപോലെ 3 ലെറ്റർ കഴിഞ്ഞ് ഇനി I കഴിഞ്ഞാൽ ഇവിടെ നാലാമത്തേൽ L ആണ് അല്ലേ, IL. നമുക്ക് ആൽഫബറ്റിൽ അറിയാം I, J, K, L. I കഴിഞ്ഞിട്ട് 2 ലെറ്റർ കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇവിടെ I, ഇവിടെ L. ആ 2 ലെറ്റർ കഴിഞ്ഞിട്ടുള്ള എടുക്കുക. അതുപോലെ ഇവിടെ എന്താണ്? N അല്ലേ. അപ്പം N കഴിഞ്ഞാൽ നമുക്കറിയാം, N കഴിഞ്ഞാൽ ആൽഫബറ്റിൽ O, P. അത് കഴിഞ്ഞാൽ ഏതാ? Q ആണ്. അപ്പം N കഴിഞ്ഞിട്ടുള്ള 2 എണ്ണം കഴിഞ്ഞിട്ടുള്ള എടുക്കുക, Q, C, I, K, Q, I. ലാസ്റ്റ് വൺ Aക്ക് പകരം ഇവിടെ ഏതാ വന്നിരിക്കുന്നത്? Aക്ക് പകരം ഇവിടെ ഏതാണ് വന്നിരിക്കുന്നത്? E ആണ്. Aക്ക് പകരം E ആണ്. ഇവിടെ ഏതാണ്? ഇവിടെയും A തന്നെയാണ്. ഒരു സെയിം പാറ്റേണിൽ എടുക്കുമ്പോൾ A തന്നെ വരിക. നമുക്കിതിൽ തന്നെ ഇപ്പോൾ അത് നോക്കാൻ തന്നെ ഓപ്ഷൻ ഉറപ്പായില്ലേ, CIKQ ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ. ആ ഒരു ഓപ്ഷൻ A മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ A കഴിഞ്ഞാൽ ആ പാറ്റേൺ പോലെ നോക്കുമ്പോൾ Q തന്നെയാണ് വരിക. Q നമുക്ക് എന്ത് കിട്ടി? CIKQE. ആൻസർ വരിക ഏതാണ്? ഓപ്ഷൻ A ആണ്. ആൽഫബറ്റ് എഴുതി എളുപ്പത്തിൽ കിട്ടാവുന്നതേ ഉള്ളൂ അത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ. ഇവിടെ ഏത് നമ്പർ വരും അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ അല്ലേ, 6, 14, 45, 184. അപ്പോൾ ഈ നമ്പേഴ്സൊക്കെ പെട്ടെന്ന് അല്ല അതിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ നടന്നിട്ടുണ്ട് നമുക്ക് ഏകദേശം ഉറപ്പാക്കാം. അപ്പോൾ നമുക്കവിടെ തന്നിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? ആദ്യം
6 ആണ് അല്ലേ. അത് കഴിഞ്ഞാൽ 14, 6 കഴിഞ്ഞാൽ 14. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പം കണക്ഷനിലുള്ള പാറ്റേൺ ആണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം 6 കഴിഞ്ഞുള്ള നമ്പർ ഏതാ? 7. 6 കഴിഞ്ഞാൽ 7. അപ്പോൾ 7 × 2 ചെയ്താൽ ഇത് കിട്ടി. 7 × 2 ചെയ്താൽ ഇത് കിട്ടി 14 കിട്ടി. ഇതവിടെ അടുത്ത നമ്പർ ഏതാ? 45. അങ്ങനെ ഓരോ നമ്പർ എഴുതി വയ്ക്കാം. 45, 184. അതുപോലെ ഇവിടെ അടുത്ത ഏത് നമ്പർ വരും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇതേപോലെ തന്നെ ഇവിടെ 14 അല്ലേ. 14 കഴിഞ്ഞാൽ വരുന്ന നമ്പർ ഏതാ? 15. ഇതേ പാറ്റേണിൽ കണ്ടോ. 15 × എന്ത് വരും? 3. 45 അല്ലേ. അതേപോലെ ഇനി അടുത്തത് 45 കഴിഞ്ഞ് വരുന്ന നമ്പർ ഏതാ? 46. ഈ ഒരു പാറ്റേൺ വരുമ്പോൾ 46 × എന്ത് വരും? 2, 3, അടുത്ത് 4 അല്ലേ. × 4 ചെയ്താൽ നമുക്ക് 184 കിട്ടും. അതേപോലെ ഇവിടെ ഏത് നമ്പറാണ് വരിക? ഇവിടെ ഏത് നമ്പറാണ് വരിക? നമുക്കറിയാം 184 കഴിഞ്ഞാൽ ഏത് നമ്പറാണ് വരുന്നത്? 185 ആണ്. 185 × 5. 185 × 5 ചെയ്താൽ നമുക്ക് കിട്ടുക ഏതാണ്? 925 ആണ്. അപ്പോൾ ഓപ്ഷൻ വരിക D, 925. ഇത് കിട്ടിയത് 6 കഴിഞ്ഞാൽ വരുന്ന നമ്പർ ഏതാണ്? 7. 7 × 2 ചെയ്തു. അതുപോലെ 14 കഴിഞ്ഞാൽ വരുന്ന നമ്പർ 15. 15 × 3 ചെയ്തു. അങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്താൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ കം ഇൻ ദ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് തന്നുണ്ട് ഇൻ ദ ഫോളോയിങ് ലെറ്റർ സീരീസ് അല്ലേ. ഇതും സെയിം ഒരു ആൽഫബറ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ നമ്മളിതുപോലെ അതുപോലെ ആൽഫബറ്റ് എഴുതി വെച്ചാൽ അത് തമ്മിലുള്ള കണക്ഷൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. എളുപ്പത്തിൽ കണക്ഷൻ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ഫസ്റ്റ് ടേം നോക്കാം. എ കഴിഞ്ഞാൽ ഇതിലെ ഫസ്റ്റ് ടേം സി അല്ലേ. ഇതിൽ സി കഴിഞ്ഞാൽ പിന്നെ ഇ കഴിഞ്ഞാൽ പിന്നെ ജി കഴിഞ്ഞാൽ എന്ത് വരും? അങ്ങനെ ഓരോ ലെറ്റേഴ്സ് കണ്ടുപിടിക്കുക. അത് തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാക്കുക. അപ്പോൾ നമുക്കല്ലേ ആൽഫബറ്റ് എഴുതി വെക്കുമ്പോൾ നമുക്കറിയാം അല്ലേ. A, B, C, D, E, F, G അങ്ങനെ എഴുതി നോക്കുക. അപ്പോൾ എ കഴിഞ്ഞാൽ ഉണ്ടോ? എ കഴിഞ്ഞാൽ സി ആണ് അല്ലേ. എ കഴിഞ്ഞാൽ ബി കഴിഞ്ഞിട്ട് ഒരു നമ്പറിലേക്ക് ചാടി, അങ്ങനെ സി കിട്ടി. ഈ സിന്ന് ഇയിലേക്ക് എങ്ങനെ വന്നു? സിന്ന് ഡി കഴിഞ്ഞാൽ പിന്നെ ഇയിലേക്ക് എത്തി. എന്നാൽ ഇന്ന് ജിയിലേക്ക് എങ്ങനെ എത്തി? ഒരു നമ്പർ ഇ കഴിഞ്ഞ് ഒരു നമ്പർ കഴിഞ്ഞാൽ ജിയിലേക്ക് എത്തി. ഇനി അതുപോലെ ജി കഴിഞ്ഞാൽ അടുത്ത നമ്പർ എച്ച് ആണ്. ആ ഒരു നമ്പർ കഴിഞ്ഞിട്ട് വരുന്നത് ഏതാണ്? ഐ ആണ്. നമ്മുടെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ഫസ്റ്റ് ലെറ്റർ ഏതായിരിക്കും? കിട്ടി, ഐ ആണ്. ഫസ്റ്റ് ലെറ്റർ ഐ ആണ് നമുക്ക് കിട്ടി. അതേപോലെ അടുത്ത് നോക്കുക. അടുത്ത് സി. അതായത് രണ്ടാമത്തെ ലെറ്റർ സി ആണ് അല്ലേ. നമുക്കറിയാം സി കഴിഞ്ഞ് പിന്നെ അതവിടെ ഡി. നമുക്കൊരു പാറ്റേൺ ഏകദേശം കിട്ടി. സി ഡി, അതവിടെ ഏതാ? ഇ തന്നെയാണ്. ഇ അതാ ഇവിടെ എഫ് കഴിഞ്ഞ് വരുന്നത് ഏതാണ്? ജി ആണ് അല്ലേ. അപ്പോൾ ഈ എഫ് കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് ജി ആണ്. അപ്പോൾ നമുക്ക് കിട്ടി IG അല്ലേ. 2 ടേംസ് കിട്ടി. നമുക്ക് 2 ടേംസ് കിട്ടിക്കഴിഞ്ഞു. ഈ ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്നാമത്തെ അല്ല, ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ഡിയും അല്ല എന്ന് ഉറപ്പായി. ഇനി ഓപ്ഷൻ ബി ആണോ ഓപ്ഷൻ സി ആണോ നോക്കിയാൽ മതി. അതിന് ഇവിടുത്തെ മൂന്നാമത്തെ ടൈം കൂടിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ 3 ഇസഡ് ആണ് അല്ലേ. ഇവിടെ ഇസഡ് കഴിഞ്ഞിട്ട് ഡബ്ല്യു കഴിഞ്ഞിട്ട് ടി കഴിഞ്ഞിട്ട് ക്യൂ കഴിഞ്ഞിട്ട് എന്ത് വരും? അത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇസഡ് കഴിഞ്ഞിട്ട്
ഡബ്ല്യു ആണ് വന്നത് അല്ലേ. നമുക്ക് ശ്രദ്ധിച്ചറിയാം ബാക്കിലേക്കാണ് പാറ്റേൺ വന്നിരിക്കുന്നത്. ഇസഡ് കഴിഞ്ഞ് ബാക്കിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് വൈ ആണ്, പിന്നെ ഇസഡ് ആണ്, അത് കഴിഞ്ഞിട്ടല്ലേ ഡബ്ല്യു വരുന്നത്. അതായത് ഇസഡിൽ നിന്ന് പിറകിലോട്ട് 2 നമ്പർ ചാടിയിട്ടുള്ളത് എടുത്തു. അങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. ഇനി ഡബ്ല്യു കഴിഞ്ഞ് 2 നമ്പർ ചാടുക ബാക്കിലേക്ക്, അതായത് വിയും യുവും കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ടി. ഉണ്ടോ, ടി വന്നു, ഇവിടെ ടി വന്നു. കഴിഞ്ഞാൽ പിന്നെ പിറകിലോട്ട് 2 ചാടിയ ക്യൂ കിട്ടി. ക്യൂവിൽ നിന്ന് പിറകിലോട്ട് 2 ചാടുക, അതായത് പിയും ഒയും കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എൻ കിട്ടും. നമുക്ക് ആൻസർ കിട്ടി ഐ ജി എൻ വരിക ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക, IGN. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15. ഇഫ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഈസ് ടു ബി ബൈൽ ആസ് ഗ്ലാൻഡ് ഈസ് ടു ബി, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ഈ 2 ക്വസ്റ്റ്യൻ മാർക്കിന് കണക്ട് ചെയ്യുന്ന റിലേഷൻ ഇതൊന്ന് കണ്ടെത്തുക. അപ്പോൾ നമുക്കറിയാം ഈ ബൈല് എന്ന് പറയുന്ന ഫ്ലൂയിഡ് നമ്മുടെ ശരീരത്തിലുള്ളതാണ്. ബൈല് പറയുന്ന ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗൻ ഏതാണ്? ലിവറാണ് അല്ലേ. ലിവറായിട്ടുള്ള കണക്ഷൻ വരുന്നത് ഓപ്ഷൻ എ അല്ല, അത് വെട്ടിക്കളയാം. പിന്നെ ഓപ്ഷൻ ബിയും അല്ല, പിന്നെ ഓപ്ഷൻ സി ആവാം, ഓപ്ഷൻ ഡി ആവാം. അപ്പോൾ ബൈൽ എന്ന ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബോഡി പാർട്ടാണ് ലിവർ. ഈ ബൈലിന് ഹോർമോണായിട്ട് ആക്ട് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയും കൂടിയിട്ട്. അപ്പോൾ എന്തായാലും ഓപ്ഷൻ സി അല്ല, പിന്നെ പറ്റുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A man walked 500 meter west of his house and then turned south and walked 700 meter. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മനസ്സിലായി, അല്ലെ ഇതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലായി അല്ലേ. സൗത്ത്, വെസ്റ്റ്, പിന്നെ നോർത്തിലേക്ക് തിരിഞ്ഞു, ഈസ്റ്റിലേക്ക് തിരിഞ്ഞു, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. അപ്പോൾ നോർമലി നമുക്കൊരു അല്ലേ സൗത്ത് വെസ്റ്റ് നോർത്ത് അതിൻ്റെയൊക്കെ ഒരു ഡയറക്ഷൻ വരയ്ക്കാം. ആദ്യം അത് വരയ്ക്കാം, എന്നിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അല്ലേ ഇവിടെ നോർത്ത്, സൗത്ത് വരച്ചു, വെസ്റ്റ് എടുത്തു, ഈസ്റ്റ് എടുത്തു. ശ്രദ്ധിക്കാം. എ മാൻ വാക്ക്ഡ് 500 meter വെസ്റ്റ് ഓഫ് ഹിസ് ഹൗസ് അല്ലേ. അപ്പോൾ അയാൾ ഇതാ ഈ ഒരു പോയിന്റിലാണ് നിൽക്കണമെന്ന് വിചാരിക്കുക. അവിടെ നിന്ന് അല്ലേ വെസ്റ്റിലേക്ക് 500 meter നടന്നു. അത് അവിടെ നിന്നൊരു ഇതങ്ങനെ നടന്നു അല്ല, ഒരു 500 meter നടന്നു. ആൻഡ് ദെൻ ടേൺഡ് സൗത്തിലേക്ക് തിരിഞ്ഞ് വീണ്ടും 700 meter നടന്നു. എവിടെ നിന്ന്? സൗത്തിലേക്ക് തിരിഞ്ഞു. നടന്നത് എത്രയായിരുന്നു? 700 meter നടന്നു. ദെൻ ഹീ ടേൺഡ് ഈസ്റ്റ് ആൻഡ് വാക്ക്ഡ് 600 meter. ഈസ്റ്റിലേക്ക് തിരിഞ്ഞു. ഇവിടെ നിന്ന് ഈസ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. വീണ്ടും ഇവിടെ എത്തിയപ്പോൾ 500 അവിടെ നിന്നൊരു വീണ്ടും ഒരു 600 meter ഈസ്റ്റിലേക്ക് ആൾ നടന്നു. ആൻഡ് ഫൈനലി 100 meter ടു ദ വെസ്റ്റ്. ഇവിടെ നിന്ന് വീണ്ടും എന്ത് ചെയ്തു? ഒരു 100 meter വെസ്റ്റിലേക്ക്. ഇവിടെ നിന്ന് വീണ്ടും ഒരു 100 meter നടന്നു അല്ലേ. ഇവിടെ എത്തി അല്ലേ. അപ്പോൾ ആദ്യം 600 meter നടന്നിട്ട് വീണ്ടും ഒരു 10 meter തിരിച്ചു അല്ലേ, തിരിഞ്ഞു നടന്നു. അപ്പോൾ ഇവിടെ മൊത്തം അല്ലേ നടന്ന ദൂരം എന്ന് പറയുമ്പോൾ 600 മൈനസ് 100, 500 ശരിക്കും വരുന്നുള്ളൂ. 100 തിരിഞ്ഞ് നടന്നു. ഇപ്പം നിൽക്കുന്ന പൊസിഷൻ 500 തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ, ഹൗ ഫാർ ഈസ് ഹീ ഫ്രം ഹിസ് ഇനീഷ്യൽ പൊസിഷൻ. അപ്പോൾ നമുക്കറിയാം അല്ലേ, അയാൾ തുടങ്ങിയത് ഇവിടെ നിന്നായിരുന്നു അല്ലേ. അപ്പോൾ ഇതാണ് ഈ ഒരു പോയിന്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്.
ഈ തുടങ്ങിയ സ്ഥലത്തിൽ നിന്നും അല്ലെ എത്ര ദൂരത്താണ് അദ്ദേഹം നിൽക്കുന്നത്? അല്ലേ, അതൊരു ഇത്ര ദൂരത്താണ് നിൽക്കുന്നത് അല്ലേ, നമുക്കതാ ഇത്രയും ദൂരത്താണ് നിൽക്കുന്നത്. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അല്ലേ, ഈ ഒരു സൈഡിൽ ഇവിടേക്ക് 500 മീറ്റർ നടന്നുണ്ട്. ഇവിടെയും 500 വരിക. 600 - 100 500 അല്ലേ. രണ്ടും ഇങ്ങോട്ടും 500 അങ്ങോട്ടും 500. അപ്പോൾ രണ്ടും എന്താണ് അല്ലേ, ക്യാൻസൽ ചെയ്ത് പോവും അല്ലേ. രണ്ടും എന്താണ് 0 ആയി പോവും. പിന്നെ ഉള്ളത് ബാക്കി ഏത് മാത്രമേ ഉള്ളൂ, ഈ ഒരു ഡിസ്റ്റൻസ് മാത്രമാണ് ബാക്കി വരുന്നുള്ളൂ. അത് എത്രയാണ് വരിക? 700 മീറ്റർ. അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം, ഇവിടെ അല്ലേ നിൽക്കുക ഏകദേശം, അതും ഈ ഒരു ദൂരം എന്ന് പറഞ്ഞാൽ 700 വരുന്നത്. അങ്ങനെ നമുക്ക് എടുക്കാം 700. ആൻസർ വരിക ഓപ്ഷൻ സി ആണ്, 700 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, എസ് ആൻഡ് ടി ആർ ബ്രദേഴ്സ് അല്ലേ, 2 ബ്രദേഴ്സ്. യു ആൻഡ് വി ആർ സിസ്റ്റേഴ്സ്. സൺ ഓഫ് എസ് ഈസ് ബ്രദർ ഓഫ് വി. ടി ഈസ് റിലേറ്റഡ് ടു യു ആസ്. ടിയും യുവും തമ്മിലുള്ള ബന്ധം അല്ലേ, ടി ഈസ് റിലേറ്റഡ് ടു യു ആസ്. ഇത്തരത്തിലുള്ള സെക്ഷൻ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിലിനതാ ഇതിങ്ങനെ ഒരു ബോക്സായിട്ട് മെയിലിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. മെയിൽ അത് ബോയ്സ്, അതുപോലെ ഗേൾസ് ഓർ ഫീമെയിലിനെ അതങ്ങനെ റൗണ്ടായിട്ടും റെപ്രസെൻ്റ് ചെയ്യാം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് സെക്ഷൻ നോക്കുമ്പോൾ എസ് ആൻഡ് ടി ആർ ബ്രദേഴ്സ്. എസ്സും ടിയും എന്താണ്? ബ്രദേഴ്സാണ് അല്ലേ. എസ്സും ടിയും ബ്രദേഴ്സാണ്. ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ അല്ലേ, രണ്ടുപേരും ബോയ്സാണ് വരിക അല്ലേ. ബോയ്സ് ആകുമ്പോൾ നമുക്കിതങ്ങനെ ഒരു സ്ക്വയറിൽ റെപ്രസെൻ്റ് ചെയ്യാം, ഒരു ബോക്സിൽ അല്ലേ. ടീനെ നമുക്ക് അങ്ങനെ റെപ്രസെൻ്റ് ചെയ്തു. രണ്ടുപേരും ബോയ്സാണ്, നമ്മളിങ്ങനെ റെപ്രസെൻ്റ് ചെയ്തു അല്ലേ. ശ്രദ്ധിക്കുക, നമുക്ക് ജസ്റ്റ് എസ് എം ടി എന്താണ്? ബ്രദേഴ്സാണ്, നമുക്കിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ യുവും വിയും എന്താണ്? സിസ്റ്റേഴ്സാണ്. യുവും വിയും സിസ്റ്റേഴ്സാണ്. സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഫീമെയിൽ ആകുമ്പോൾ നമുക്ക് സർക്കിളിൽ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യാണ്. യു വി ഞാൻ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തു. ഞാൻ അടുത്ത് നോക്കാം. ദ സൺ ഓഫ് എസ് ഈസ് ബ്രദർ ഓഫ് വി. സൺ ഓഫ് എസ്, എസിൻ്റെ സൺ, എസിൻ്റെ മകൻ അല്ലേ. സൺ പറയുമ്പോൾ മകൻ അല്ലേ, ബോയ് ആണ്. ഇതങ്ങനെ ഒരു ബോക്സിൽ തന്നെ ഇട്ടു. എസിൻ്റെ ദ സൺ ഓഫ് എസ് ഈസ് ബ്രദർ ഓഫ് വി. എസിൻ്റെ സൺ വിൻ്റെ ബ്രദറാണ്. ഈ സണ്ണും അല്ല ഈ ഒരു വിയും എന്താണ് അല്ലെ, അവർ നമ്മളെ റിലേഷൻ ബ്രദറാണ്. സൺ ഓഫ് എസ് ഈസ് ബ്രദർ ഓഫ് വി. സൺ വിൻ്റെ എന്താണ്? ബ്രദറാണ്. ബ്രദർ ആവണമെങ്കിൽ വിൻ്റെ അച്ഛനും ആര് തന്നെയാണ് വരിക? എസ് അല്ലേ വരിക അല്ലേ. നോർമലി യുവും വിയും സിസ്റ്റേഴ്സുമാണ്. അപ്പം യുവിൻ്റെ ഫാദർ ആരാണ് വരിക? വി തന്നെയാണ് വരിക, എസ് തന്നെയാണ് വരിക. എസിൻ്റെ മക്കളാണ് ഇതും, പിന്നെ യുവും വിയും. ക്വസ്റ്റ്യൻ ഇതാണ്, ടി ഈസ് റിലേറ്റഡ് ടു യു. ഈ ടിയും യുവും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ടിയും യുവും തമ്മിലുള്ള റിലേഷൻ ഒരിക്കലും ബ്രദർ അല്ല.
സണ്ണല്ല, നോക്കിയറിയാം. ഫാദർ അല്ല, ഫാദർ എസ് ആണ്. ഏതാണ് വരിക? അങ്കിൾ. അങ്കിളാണ് ഇവിടെ ആൻസർ വരിക. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി അങ്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സസൈസ് തന്നിട്ടുണ്ട്. അതിന് നേരെ മൂവ്മെൻറ്റ്. എക്സസൈസിന് നേരെ തന്നിട്ടുള്ള മൂവ്മെൻറ്റ്. അങ്ങനെയാണ് ലെതാർജിക്. അതിന് പകരം ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലെതാർജിക് എന്ന് പറഞ്ഞാൽ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയില്ല, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയില്ല. ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല, ഒരു താല്പര്യമില്ല, ഒരു ഉഷാറില്ല എന്നൊക്കെ പറയില്ലേ. ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ അല്ലേ. നമുക്കറിയാം എക്സസൈസിൽ മൂവ്മെൻ്റ് ഉണ്ട്. ലെതാർജിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രസ്റ്റ്, ഒരു ഉഷാറില്ലാത്തൊരവസ്ഥ. അപ്പം അതിന് പറ്റിയത് ഏതാണ് ഇതിൽ വരിക? ഏതാണ് വരിക? എനർജറ്റിക് അല്ല. എനർജറ്റിക് എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒരു പവറിലുള്ള ഒരവസ്ഥയാണ്. പിന്നെ അസർട്ടീവുമല്ല. കാരണം അസർട്ടീവ് എന്ന് പറഞ്ഞാൽ ഹൈലി കോൺഫിഡൻസ് ഉള്ള ഒരവസ്ഥയാണ്. ബോൾഡും അല്ല. പിന്നെ ഏതാ വരിക? അപ്പാത്തറ്റിക്. ഓപ്ഷൻ ഡി ആണ് വരിക, അപ്പാത്തറ്റിക്. ലെതാർജിക് എന്ന് പറഞ്ഞാലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥയാണ്. ആ ഒരു സെയിം അവസ്ഥ തന്നെയാണ് ഏത്? സെയിം വേർഡ് മീനിങ് തന്നെയാണ് അപ്പാത്തറ്റിക്. ഇത് ലെതാർജിക്കിൻ്റെ സിനോണിമായിട്ട് വരും അപ്പാത്തറ്റിക്. ആൻസർ വരിക ഇവിടെ അപ്പാത്തറ്റിക് ആണ്. അതേപോലെ ഫാബുലസ് അതിന് നേരെ വരുന്നത് ബോറിങ്. ഫാബുലസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതല്ല നമ്മളിപ്പോൾ ക്യൂട്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് എന്നൊക്കെ പറയില്ലേ, ഫാബുലസ്. അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, ആൻറ്റോണിമായിട്ടാണ് ബോറിങ് വന്നിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇമാജിനറി തന്നിട്ടുണ്ട്. ഇമാജിനറി പറയുമ്പോൾ സാങ്കല്പികമായിട്ടുള്ളത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഇതിലേത് വരുന്നത് ഇമാജിനറി പറയുമ്പോൾ സാങ്കല്പികം. അതിൻ്റെ ഓപ്പോസിറ്റ് ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ എന്താ? യാഥാർത്ഥ്യമായിട്ടുള്ളത്, റിയൽ ആയിട്ടുള്ളത് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ എ റിയൽ.